ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കൻ രസതന്ത്രജ്ഞനും കാലാവസ്ഥാ ശാസ്ത്രജ്ഞനുമായ വിൻസെന്റ് ഷെയ്ഫറാണ് കൃത്രിമ മഴ പെയ്യിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ആദ്യം കണ്ടെത്തിയതെങ്കിലും ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോഴും റഷ്യയും ഗൾഫ് രാജ്യങ്ങളുമാണ്. ഇവർ ഇടയ്ക്കിടെ വൻതോതിൽ കൃത്രിമ മഴ പെയ്യിക്കാറുമുണ്ട്. എന്നാൽ ഈ സംഭവം 1946 കണ്ടുപിടിച്ചിട്ടും അമേരിക്കയ്ക്ക് ഇപ്പോഴും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അമേരിക്കയെ ഇപ്പോൾ കാട്ടുതീ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാലിഫോർണിയ സംസ്ഥാനത്തെ വിവിധ മേഖലകളെ വിഴുങ്ങിയ അസാധാരണ കാട്ടുതീ വിതച്ചത് വലിയ നാശമാണ്. നരകത്തെക്കുറിച്ചുള്ള പുരാതന ഭാവനകളെല്ലാം അതേപടി പകർത്തി വെച്ചതുപോലെയാണ് ലോസ് ആഞ്ചലസിൽ നിന്നുള്ള ഇപ്പോഴത്തെ കാഴ്ചകൾ. ആളിക്കത്തിയ തീ വീടുകളെയും കെട്ടിടങ്ങളെയും പാടെ നശിപ്പിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആകാശം മുട്ടെ കറുത്ത പുകയായിരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ശക്തമായ വരണ്ട കാറ്റ് ആഞ്ഞു വീശിയതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. കാട്ടുതീയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. 1000-ലധികം കെട്ടിടങ്ങൾ കത്തിയമർന്നു. 100,000-ലധികം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇറ്റലിയിലേക്കുള്ള സന്ദർശനം റദ്ദാക്കിയ പ്രസിഡന്റ് ജോ ബൈഡൻ കാലിഫോർണിയയിലെ കാട്ടുതീ ദുരന്തത്തെ മഹാദുരന്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ മാത്രം 30,000-ലധികം ഏക്കറോളം ഭൂമിയാണ് കത്തി നശിച്ചിരിക്കുന്നത്. കാലിഫോർണിയയിലെ 6 ആദ്യഘട്ടത്തിൽ തീ പടർന്നത്. 15,832 ഏക്കറോളമാണ് ഇവിടെ മാത്രം തീ വിഴുങ്ങിയത്. അവിടെയൊന്നും 1% പോലും തീ അണയ്ക്കാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴെ ഈറ്റൺ മേഖലയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. മേഖലയിൽ 10,600 ഏക്കറിലധികം തീ പടർന്നു. 1000-ലധികം കെട്ടിടങ്ങളും നശിച്ചു. 5 പേർ കൊല്ലപ്പെട്ടത് ഈ പ്രദേശത്താണ്. നഷ്ടം $50 ബില്യൺ പ്രാഥമിക അനുമാനം. സാൻ ഫെർണാഡോയുടെ വടക്ക് ഹർസ്റ്റ് മേഖലയിലും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. 850 ഏക്കറോളമാണ് ഇവിടെ കത്തിയമർന്നത്. വുഡ്ലി പാർക്കിനോട് ചേർന്നാണ് 4ാമത്തെ തീപിടുത്തമുണ്ടായത്. വെഞ്ചൂറ കൗണ്ടിയിലെ ഒലിവാസിലെ തീപിടുത്തമാണ് 5ാമത്തേത്. ആക്ടൺ പ്രദേശത്തെ ലിഡിയ മേഖലയിലും തീപിടുത്തമുണ്ടായി. ഹോളിവുഡ് ഹിൽസിൽ പൊട്ടിപ്പുറപ്പെട്ട സൺസെറ്റ് തീപിടുത്തമാണ് പിന്നീടുണ്ടായത്. സെലിബ്രിറ്റികളുടേതടക്കം വാസസ്ഥലങ്ങൾ ഇവിടെ കത്തി നശിച്ചിട്ടുണ്ട്. ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാന്റ അന കാറ്റാണ് കാട്ടുതീകൾക്ക് പിന്നിലെ ശക്തി. തീ അണക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ആഞ്ചലസിലെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായിട്ടുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ അമേരിക്കൻ ഭരണകൂടം പകച്ചിരിക്കുമ്പോൾ അമേരിക്കൻ ജനതയുടെ ശക്തമായ പ്രതിഷേധത്തെയാണ് ബൈഡൻ ഭരണകൂടം അവസാന നാളുകളിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്ത ഭരണകൂടമായി ഇതിനകം തന്നെ ഈ ഭരണകൂടം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ അമേരിക്ക കാട്ടുതീക്ക് മുൻപിൽ പതറുമ്പോൾ ടെക്നോളജി രംഗത്തെ അവരുടെ കഴിവ് കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കൃത്രിമ മഴ പെയ്യിക്കാൻ മാത്രമല്ല, കാട്ടുതീ വ്യാപിക്കുന്നത് തടയുന്നതിലും അമേരിക്കൻ ടെക്നോളജി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അമേരിക്കയുടെ പരിമിതികൾ തുറന്നു കാട്ടുന്നത് കൂടിയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച എക്സിലൂടെ പ്രതികരിച്ച ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കാട്ടുതീയോടെടുത്ത സമീപനത്തെ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. കാലിഫോർണിയയിലെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ എക്സിലെ ഉപയോക്താക്കൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെയും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. യുക്രൈനിന് $500 മില്യൺ അധിക സൈനിക സഹായം അനുവദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ബൈഡൻ അമേരിക്കൻ ജനതയുടെ ജീവന് പ്രാധാന്യം നൽകുന്നില്ലേ എന്നാണ് ഉയർന്നുവരുന്ന ചോദ്യം. യുക്രൈന് ഫയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഗിയർ, റെസ്ക്യൂ ടൂളുകൾ നൽകിയ ബൈഡൻ ഭരണകൂടം കാലിഫോർണിയയുടെ സ്വന്തം സേവനങ്ങൾക്ക് മുന്നിൽ മുഖം തിരിച്ചതാണ് വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. കാട്ടുതീയെ ചെറുക്കുന്നതിനുള്ള എല്ലാ ആവശ്യങ്ങളും നൽകുന്നതിൽ ബൈഡൻ ഭരണകൂടം പരാജയപ്പെട്ടതായി ഡെമോക്രാറ്റുകൾക്കിടയിലും അഭിപ്രായമുണ്ട്. ലോസ് ആഞ്ചലസ് മേയർ കാരൻ ബാസ് കഴിഞ്ഞ വർഷം നഗരത്തിന്റെ അഗ്നിശമന വകുപ്പിന്റെ ബജറ്റ് $17 മില്യൺ വെട്ടിക്കുറച്ചിരുന്നത്. വരാനിരിക്കുന്ന കാറ്റിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ച് വാരാന്ത്യത്തിൽ ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്തതിന് മേയറുടെ രാജി ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്